ഈ കാണുന്നതാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ. ഒരു വലിയ ഗോഡൗണൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് അകത്ത് നിന്ന് തീ അണക്കും. അതാണ് ഒരു ജർമ്മൻ ടെക്നോളജിയാണിത്. പിന്നെ ഇപ്പോൾ ഈ സാറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജാക്കി വെക്കാൻ പറ്റാത്ത സ്ഥലത്ത് വണ്ടി മറിയുകയാണെങ്കിൽ ആ ജാക്കി വെക്കാതെ ആ വണ്ടിയെ പൊക്കുന്നതിനുള്ള ന്യൂമാറ്റിക് ടയറാണ് ഈ കാണുന്നത്. ന്യൂമാറ്റിക് ടയർ ഇത് വെച്ചിട്ടാണ് അതിനെ എയർ പമ്പ് ചെയ്തുകൊണ്ട് പൊക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത ഈ കാണുന്ന എല്ലാം നോട്ടുകളാട്ടോ. ഇപ്പം ഞാൻ ഇവിടുത്തെ ഈ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുവാണ്, എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, അപ്പോൾ ആ ആക്സിഡൻറ്റിൽ പറ്റിയിട്ടുള്ള ആളുകളെ ഒരിക്കലും നമുക്ക് തലക്ക് ചുമന്നുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ അവരെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് പോകണമെന്നാണ് നിയമം. ആംബുലൻസ് വന്നവരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ആളുകൾ നിർബന്ധം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ ഏതെങ്കിലും കാറിലൊക്കെ എടുത്തിട്ടുണ്ട് പോകും. അങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ അവരുടെ നട്ടലുകൾക്ക് പരിക്ക് വരും, അവർ പ്രശ്നത്തിലാവും. കണ്ടമാനം പൈസ ഹോസ്പിറ്റലാവും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ ഒരു അപകടം നടക്കുമ്പോൾ അവിടെ കുറച്ചൊക്കെ സംയമനം പാലിച്ച് ആംബുലൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇങ്ങനെയുള്ള എക്സിബിഷനുകൾ കാണുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കാണുന്ന ലൈറ്റ് കണ്ടോ, ഏതെങ്കിലും ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു അപകടം സംഭവിച്ചു, ഈ ലൈറ്റുമായിട്ട് ഇവർ വരുന്നു, ഈ ലൈറ്റ് കൊണ്ടുവന്ന് അവർ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ അനവധിയായിട്ടുള്ള നമ്മളുടെ സേഫ്റ്റി ഉപകരണങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ.